അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തിയായ ഒരു സ്നാക്സാണ്. പച്ചച്ചക്ക വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു വടയാണ് കേട്ടോ. എല്ലാവർക്കും അടിപൊളി ടേസ്റ്റോടെ തന്നെ ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള പച്ച ചക്ക വെച്ചിട്ടുള്ള വടയാണ്. വളരെ ഹെൽത്തിയാണ്, എണ്ണ ഒട്ടും കുടിക്കില്ല. നല്ല രസകരമായ ഒരു വടയാണ്. 4 മണിക്ക് നമുക്ക് ചായക്കടിയോ അതല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. സോസിൽ വേണമെങ്കിൽ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാം, അതല്ലെങ്കിൽ വെറുതെ കഴിച്ചാലും കട്ടൻ ചായയിലേക്ക് അടിപൊളി ടേസ്റ്റോടെ കഴിക്കാം. ചക്ക വളരെ ഹെൽത്തിയാണല്ലോ, ഇപ്പോൾ സുലഭമായി എല്ലാവരുടെ വീട്ടിലും കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതിന് വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചക്ക കഴിക്കാത്ത മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും, എല്ലാവരും കഴിക്കും. അത്രയും രുചിയുള്ള ഒരു സ്നാക്സാണിത്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് പച്ച ചക്കയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് പുളിയുള്ള ചക്കയൊന്നും പറ്റില്ല, നല്ല പച്ച ചക്ക തന്നെ വേണം. ഇത് നമ്മൾ അതിൻ്റെ ചുള മാത്രം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന് വെറും ചുള മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറമേയില്ല ചുവണിയും അതേപോലെ ചക്കക്കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ല ചുള മാത്രം എടുത്തിട്ടൊന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയാൽ നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താലുള്ളൂ അത് പൊടിയായിട്ട് കിട്ടുക. നല്ല നൈസായി അരയൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം പൊടിയായിട്ട് തന്നെ അരയണം. അപ്പോൾ നമ്മൾ ചക്ക നുറുക്കാതെ ഇട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ ശരിക്ക് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ പീസുകളാക്കി നുറുക്കിയെടുക്കുന്നത്. ഇങ്ങനെ നുറുക്കിയ ചക്ക ഒട്ടും വെള്ളമൊന്നും കൂട്ടാതെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം. ഇനി വെള്ളം വേണമെങ്കിൽ ചില മിക്സികളിൽ ജാറിൽ അരഞ്ഞു കിട്ടൂല, അങ്ങനെയുള്ളവർക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല പോലെ വെള്ളം ഒഴിക്കരുത്, വളരെ കുറച്ച് വെള്ളം. കാരണം നമ്മൾ ഇതിൽ മാവിലേക്ക് വെള്ളം ഏറിക്കഴിഞ്ഞാൽ നമ്മുടെ വട ശരിയാവില്ല. അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് അതൊന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം. ചില മിക്സിയുടെ ജാറിൽ വെള്ളമില്ലാതെ തന്നെ അരിഞ്ഞ് കിട്ടും, ചില മിക്സിയുടെ ജാറിൽ വെള്ളമില്ലാതെ ചതച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചതച്ചത് കാണിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് ഇത് കിട്ടേണ്ടത്. ഇനി നല്ലപോലെ നൈസായി അരിഞ്ഞെടുത്താൽ പിന്നെ അത് നമ്മുടെ വട ചുടുമ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ ചെറിയതായി കടിക്കുമ്പോഴാണ് അതിന് പ്രത്യേക രുചി. നല്ല രുചികരമായ ഒരു വടയാണ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. ഇതിലേക്കായി ഞാൻ ഒരു വലിയുള്ളി, അതല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം. ഇത് അത്യാവശ്യം പിന്നെ ചക്കയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അപ്പോൾ ഞാൻ കൂടുതലാണ് തോന്നിയത് കൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടിട്ടു. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ മീഡിയം സൈസ് വലിയുള്ളി മതി. അത് നല്ല ഒരു പാകത്ത് മീഡിയം സൈസ് വലിയുള്ളി മതി. പിന്നെ ഞാനൊരു 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പും കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ല രുചികരമായ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കേട്ടോ. പിന്നെ ഇതിലേക്കായി ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ. 2 ടീസ്പൂൺ പറഞ്ഞാൽ ചെറിയ ടീസ്പൂണല്ല, വലിയ ടീസ്പൂണാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ മൈദപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ നമുക്ക് അത്യാവശ്യം ഇതുള്ളതുകൊണ്ട് കേട്ടോ, ചക്കയുള്ളതുകൊണ്ട് കേട്ടോ, ചക്കയ്ക്കനുസരിച്ച് നമ്മൾ എടുക്കുന്ന പൊടിയുടെ അളവ് മാറ്റേണ്ടത്. ഇത് 2 ടേബിൾ സ്പൂൺ നിറച്ച് കടലമാവാണ് കേട്ടോ. ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മസാലപ്പൊടികളും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി 1 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം, മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ, വലിയ ജീരകം 1 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണാണ് കേട്ടോ. പിന്നെ ഇത് ചിക്കൻ
മസാലയാണ്, ചിക്കൻ മസാലയാണ്. 1 ടീസ്പൂൺ നിറച്ച് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇത് ചിക്കൻ മസാല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമല്ല. ഞാൻ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഇട്ടതാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച പാത്രത്തിൽ ഇത് ഇളക്കി കൊടുക്കാൻ കഴിയണില്ല. അപ്പോൾ ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ട് ആദ്യം നമ്മളിത് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം, നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതിൽ കുഴച്ചിട്ട് എത്രത്തോളം ഇതിൽ ഈ ചക്കയുടെ വെള്ളമൊക്കെ ഈ മസാലയിൽ ഉള്ളിയിലെ നീരൊക്കെ കൂടിയിട്ട് വെള്ളം കുറവാണ് തോന്നിയാൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുള്ളൂ. അതല്ല എങ്കിൽ അതിലുള്ള വെള്ളം തന്നെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നല്ല പോലെ തിരുമ്മി കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കണം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചക്കയും അതുപോലെ ഉള്ളികളും ഒക്കെ ഏകദേശം ഇത് മാത്രമുള്ളൂ, മാവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടി വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ചക്കയ്ക്ക് അനുസരിച്ച് മാവ് കുറവാണ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ഉരുള ഉരുട്ടുമ്പോൾ ഉരുളയായി കിട്ടണം. അപ്പോൾ അതിന് പറ്റിയ അതായിട്ടില്ല എങ്കിൽ നമ്മൾ കണ്ടോ, അപ്പോൾ ശരിക്കായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടി ആവശ്യത്തിനുണ്ടോ നോക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കണം. എന്നാലും നമ്മൾ അതിലെ ഉപ്പും ഉള്ളിയുടെ ടേസ്റ്റും പച്ചമുളകിൻ്റെ ടേസ്റ്റും മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റൊക്കെ സെറ്റായി പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുക. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ ബോളും എടുത്തിട്ട് ഉരുളകളാക്കി കയ്യിൽ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പൊട്ടുകയോ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല, നല്ല പോലെ സെറ്റായി തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഉരുളയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. കാരണം ഇത് നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് എണ്ണ പുരട്ടിയാൽ തന്നെ മതി. പിന്നെ നമ്മുടെ മറ്റേ സാധാരണ പരിപ്പ് വടയൊന്നും ഒട്ടുന്നത് പോലെ അങ്ങനെ ഒട്ടൂല, വിള്ളൊന്നും ചെയ്യൂല. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാതും ഞാൻ ഉരുളകളായി ഇങ്ങനെ നമ്മുടെ വടയുടെ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വടയുടെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായി നമുക്കത് റെഡിയാക്കി എടുക്കാനും പറ്റും. എന്നാൽ നല്ല നമ്മുടെ ചക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ചക്ക ഇത് ഇങ്ങനെ വടയുണ്ടാക്കി കൊടുത്താൽ ഇത് ചക്കയാണെന്ന് ഒരിക്കലും പറയില്ല. നല്ല ക്രിസ്പിയുമാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല എരിവും എല്ലാം കൂടിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചിക്കൻ കൂട്ടണമെങ്കിൽ അങ്ങനെയും കൂട്ടട്ടോ, അപ്പോഴും ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതല്ല ഇത് മാത്രം നമുക്ക് ചിക്കനും ബീഫൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നല്ല ഹെൽത്തിയായ വടയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചക്ക കൊണ്ട് വട ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ ചൂടായതിന് ശേഷം ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കുക. 1-2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഭാഗം ഏകദേശം ഒന്ന് ആയി തുടങ്ങുമല്ലോ, അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം തന്നെ ഒന്ന് ഇളക്കിയൊന്നും കൊടുക്കരുത്, 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കരുത്. ഉടയൊന്നുമില്ല, എന്നാലും നമ്മൾ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ പിന്നെ നമ്മൾ ഏകദേശം ഒന്ന് നല്ല ചൂടിലായി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. സിമ്മിലിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കുക. പെട്ടെന്നൊന്നും കരിയൊന്നുമില്ല, ചക്കയ്ക്ക് ആയതുകൊണ്ട് മാവിൻ്റെ മാതിരി പെട്ടെന്ന് കരിയൊന്നുമില്ല. ഏകദേശം അത്യാവശ്യം വേവുണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആവുള്ളൂ. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒറ്റ പ്രാവശ്യമല്ല, ഒന്ന് ഏകദേശം ഒരു ഭാഗം വേവാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അത് ഏകദേശം ആകുമ്പോൾ പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടൊക്കെ വേണം ഇത് വേവിച്ചെടുക്കാൻ. എന്നാലേ ഉള്ളു ശരിക്ക് വേവായി കിട്ടുള്ളൂ. അത് അല്ലാതെ കരിയൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, ഫുൾ ഫ്ലെയിമിലിട്ട് പോകരുതേ. അല്ലെങ്കിൽ സിമ്മിൽ നല്ല തീ കത്തുന്നുണ്ടെങ്കിൽ സിമ്മിലിട്ടാലും മതി. അപ്പോൾ ഏകദേശം നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റാം. നല്ല രുചികരമായ നല്ല ക്രിസ്പിയായി ചൂടോടെ തിന്നാൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് മടുപ്പ് തോന്നില്ല. നമുക്ക് പരിപ്പ് വട ഉള്ളിവടയൊക്കെ കഴിക്കുമ്പോൾ ഉള്ളിവടയിലൊക്കെ നല്ല എണ്ണ കുടിക്കുന്നുണ്ട് മടുപ്പ് തോന്നും. അതേപോലെ പരിപ്പ് വടയിലൊക്കെ. പക്ഷേ ഇതിലൊട്ടും തന്നെ എണ്ണ കുടിക്കില്ല. നല്ല ക്രിസ്പിയും ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്. വളരെ ഹെൽത്തിയായ ഈ വട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയും വളരെ രുചികരവുമായ ഈ വട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട്. ചക്ക എല്ലാവരുടെ വീട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും തന്നിട്ടെങ്കിലും ചക്ക ഉണ്ടാവും. ചക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണല്ലോ, പിന്നെ ഫ്രൂട്ട്സ് ആണല്ലോ ചക്ക, ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കൊണ്ട്. വളരെ ഹെൽത്തിയാണ്, വളരെ നല്ലതാണ്. എണ്ണ ഒട്ടും തന്നെ കുടിക്കൂല. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു സോസൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒരു മയണൈസും ഒരു തക്കാളി സോസൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. നമുക്ക് ശരിക്കും അതിൻ്റെ ആവശ്യമേ ഇല്ല. നല്ല രുചികരമായി തന്നെ നമുക്ക് കട്ടൻ ചായയിലേക്ക് കുടിക്കാം.
അപ്പോൾ ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല വേവായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.